സാംസങ്ങിൻ്റെ ഇപ്പോൾ എം സീരീസ് ലൈനപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായി നിൽക്കുന്ന ഒന്നാണ് ഗാലക്സി M51. അതിപ്പോൾ എം സീരീസ് മാത്രമല്ല എ സീരീസ് നോക്കിയാലും അതുപോലെ തന്നെ ഒരു 25,000 പ്രൈസ് റേഞ്ച് നോക്കുന്ന ഫോൺസ് എടുക്കാൻ നേരത്ത് അതിനകത്ത് നല്ലൊരു ഓപ്ഷനായി വന്നേക്കുന്ന ഒരു ഫോണാണ് ഈ ഗാലക്സി M51. അതിങ്ങനെയുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്ന സാംസങ് ഫോൺസിനകത്ത് മിക്ക പ്രൊസസ്സേഴ്സും എക്സീനോസ് ആണ്. പക്ഷേ നമുക്ക് ഈ M51 മാത്രം സ്നാപ്ഡ്രാഗൻ്റെ 730G ആണ് വന്നേക്കുന്നത്. അതും സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന് പറയുന്ന പ്രൊസസ്സർ ഈ M51 വിൽക്കുന്ന പ്രൈസിങ് നോക്കാൻ നേരത്ത് അതിന് നല്ലൊരു ഓപ്ഷനായിട്ട് വന്നേക്കുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ചൂടാവുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിലും ആ കാര്യത്തിലൊക്കെ നല്ലോണം തന്നെ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊസസ്സറാണ് ഈ 730G എന്ന് പറയുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ ഈ ഗാലക്സി M51 പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോണാണ് ഈ ഗാലക്സി M51. നമ്മളിപ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗീക്ക് ബെഞ്ച് റൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെ വർക്ക് ആവും. പിന്നെ നമ്മളിപ്പോൾ നോർമൽ ടാസ്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ബ്രൗസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുക, മെസ്സേജ് അയക്കുക, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ ഇവിടെ ഞാൻ ഈ ഉപയോഗിച്ച വേരിയൻ്റ് എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റ് ആണ്. 6GB റാമും 128GB സ്റ്റോറേജുള്ള വേരിയൻ്റ് ആണ്. അപ്പോൾ ആ വേരിയൻറ്റിനകത്ത് പോലും എനിക്ക് റാം മാനേജ്മെൻറ്റ് നല്ലതായിട്ടാണ് തോന്നിയത്. ഒരു 7 തൊട്ട് 8 ആപ്പൊക്കെ മെമ്മറിയിൽ ഓപ്പണായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ആപ്പ് ലോഡാവുന്ന ടൈമും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫോൺ ചൂടാവുന്ന കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുന്ന ഒരു ഫോണല്ല ഈ ഗാലക്സി M51. ചെറിയൊരു ചൂട് വരുന്നുണ്ടായിരുന്നു ഈ ഫോണിൻ്റെ ബാക്ക് പോർഷനകത്തും സ്ക്രീൻ ഏരിയയിലും. പക്ഷേ അത് വലിയൊരു കുഴപ്പമുള്ള കാര്യമല്ല. കാരണം അത് സാധാരണ ഇങ്ങനത്തെ പ്രോസസ്സ് വരുന്ന ഫോണിനകത്ത് വരുന്നതിനകത്ത് ചൂട് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിനകത്ത് നമുക്ക് സാധാരണ വരുന്ന സ്കിൻ എന്ന് പറയുന്നത് അതായത് സാംസങ്ങിൻ്റെ UI എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയതാണ്. പക്ഷേ ഇവിടെ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരെണ്ണമല്ല, One UI കോർ എന്ന് പറഞ്ഞാണ്. അതായത് നമുക്കത് കേൾക്കാൻ നേരത്തെ ചിലപ്പം ഒരു കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഭയങ്കര ലൈറ്റായിട്ടുള്ള വേർഷനായിട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അതായത് നമുക്ക് സാംസങ്ങിൻ്റെ ചില ആപ്സ് ഒന്നും ഇതിനകത്തില്ല. സാംസങ് പേ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ആപ്സും കാര്യങ്ങളൊന്നുമില്ല. കുറേയൊക്കെ ഞാൻ ഉപയോഗിക്കാത്ത ആപ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. അത് മാത്രമല്ല പെർഫോമൻസ് മൊത്തത്തിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നിൽക്കുന്ന രീതിയിലാണ് സാംസങ്ങിനകത്ത് ഒപ്റ്റിമൈസേഷൻ ചെയ്തേക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയറിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒരുപാട് സ്ലോ ആയിട്ടാണ് വരുന്നത്. പിന്നെ അത് തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നവംബറിലെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇപ്പോൾ ജാനുവരി 2021 പോലും അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് മോശമായ ഒരു കാര്യമാണ്. അപ്പം സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് വരണം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിലേ ഉണ്ട് ഇതിനകത്ത്. അത് സാംസങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ എന്നാലും മൊത്തത്തിലുള്ള യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. കാരണം വെച്ചാൽ ഈ ബഡ്ജറ്റിനകത്ത് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെയുള്ള റിയൽമി ഫോൺസോ അല്ലെങ്കിൽ OnePlus ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ നല്ല ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊസർ എന്ന് പറയുന്നത് നല്ലോണം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ബഡ്ജറ്റിനകത്ത് സാധാരണ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ് ഈ പ്രൊസറിൻ്റെ കാര്യത്തിനകത്ത് വലിയ പ്രശ്നം വരുത്തില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റിക്കകത്ത് കുറേ പ്രശ്നങ്ങൾ വരുത്തും. പക്ഷേ ഇവിടെ ഇങ്ങനെ സാംസങ്ങിൻ്റെ M51 ആ കാര്യത്തിനകത്തും സാംസങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്ത് മെറ്റൽ ഫോണൊന്നുമല്ല, പ്ലാസ്റ്റിക് ഫോൺ തന്നെയാണ്. പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിം ഒക്കെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ആണ് വരുന്നത്. അത് ഗൊറില്ല ഗ്ലാസ് 3 ആണ്. അതും ഈ ഫോണിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം ഈ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഷൈനിങ് കൂടിയ ഗ്ലോസ് ഫിനിഷ് ഉള്ള ഒരു ബാക്ക് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഫോൺ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. കാരണം ബിൽഡ് ക്വാളിറ്റിക്ക് അത് പെർഫെക്റ്റ് രീതി ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഫോൺ വളയുന്ന പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും കാണത്തില്ല. കാരണം കനം കൂടിയതും വെയിറ്റ് കൂടിയതും അതുപോലെ തന്നെ ഒരുപാട് വീതി കൂടിയൊരു ഫോൺ തന്നെയാണ് ഈ ഗാലക്സി M51. വെയിറ്റിൻ്റെ കാര്യം പറയാൻ നേരത്ത് 213 grams ആണ് വെയിറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ നേരത്ത് നല്ല വെയിറ്റ് അറിയുന്നുണ്ട്. പിന്നെ കനവും ഉണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഇങ്ങനെ ബാക്ക് കേർവ് ചെയ്തേക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ വരും ഫോൺ. അത് വലിയ ഫോണാണ്, നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ബട്ടൺസിൻ്റെ കാര്യം പറയാൻ നേരത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ഫീഡ്ബാക്ക് തരുന്ന ബട്ടനാണ്. അത് മാത്രമല്ല ഇവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വന്നേക്കുന്ന ഈ പവർ ബട്ടനകത്താണ്. അത് നല്ലൊരു കാര്യമാണ്. അതും സാംസങ്ങിൻ്റെ ഈ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ തന്നെയാണ്. അതായത് പെട്ടെന്ന് അൺലോക്ക് ആവും, നല്ല ആക്യുറസി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് USB-C ആണ് വന്നേക്കുന്നത്. ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്പീക്കർ നോക്കാൻ നേരത്തെ നമുക്ക് ഒരു ഒറ്റ സ്പീക്കർ കിട്ടുന്നുള്ളൂ. അത് ഈ അടിയിൽ കാണുന്നതാണ് സ്പീക്കർ. അതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ സൗണ്ട് ലൗഡ്നെസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതലൊന്നുമല്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ മീഡിയ കാണുന്ന സമയം നമ്മൾ ലൗഡ് സ്പീക്കർ വെച്ച് കേൾക്കാൻ നോക്കുകയാണെങ്കിൽ അത്ര ഒരു എക്സ്പീരിയൻസ്, അതായത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതല്ല ഇവിടെ വന്നേക്കുന്ന സ്പീക്കർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടുത്തെ ഇയർപീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇയർപീസ് ആണ്. അതുകൊണ്ട് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സാംസങ്ങിൻ്റെ മിക്ക ഫോൺസിലും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം ഇവിടെ ഏറ്റവും നല്ലോണം വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു വലിയ ഡിസ്പ്ലേ ആണ്. 6.7 inch ഡിസ്പ്ലേ ആണ്. അത് ഇതൊരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതും സാംസങ്ങിൻ്റെ AMOLED പാനൽസിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് എടുക്കാൻ നേരത്ത് ചില ഫോൺസിനകത്തുള്ള ഡിസ്പ്ലേക്കകത്ത് ചില പ്രശ്നങ്ങൾ കാണും. അതായത് ബാക്ക് ലൈറ്റിംഗ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിൻറ്റ് എഫക്റ്റ് കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഈ M51 ഉപയോഗിച്ചിരുന്ന ഡിസ്പ്ലേ ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ഡിസ്പ്ലേക്കകത്ത് നമുക്ക് 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ളൂ. അതായത് നമുക്ക് 120 Hz 90 Hz ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ സ്മൂത്ത് ആണ് കാര്യങ്ങളല്ല. അതായത് സാംസങ് ഇവിടെ ഒപ്റ്റിമൈസേഷൻ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. സോഫ്റ്റ്വെയർ നല്ലോണം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വലിയ ലാഗൊന്നുമില്ല. അപ്പോൾ അതും കൊള്ളാം. പിന്നെ ഇവിടുത്തെ പാനലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പ്രീമിയം ഫോണിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്ന ക്വാളിറ്റി ഇവിടെ വരുന്നുണ്ട്. അതായത് നമ്മൾ വ്യൂയിങ് ആംഗിൾസ് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിലോ എല്ലാം പെർഫെക്റ്റ് ആണ്. അതായത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീഡിയ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അത് ഈ ബഡ്ജറ്റ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. 60 Hz റിഫ്രഷ് റേറ്റ് മാത്രമേ ഉള്ളെങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഇതൊരു വലിയ സ്ട്രോങ് പോയിന്റാണ് ഈ ഫോണിനകത്ത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ എല്ലാ ഫോൺസിലും വലിയൊരു കാര്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഇവിടെയും മികച്ച് നിൽപ്പുണ്ട്. അത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഡിസ്പ്ലേ തോന്നിയിരിക്കുന്നത്.
പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കാര്യമാണ്. ഇത് ബാറ്ററി എന്ന് പറയുമ്പോൾ ഈ ഫോൺ ഒരുപാട് കാര്യമുണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അതായത് 9.5 mm തിക്നെസ് ഉള്ള ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ബാറ്ററി 7000 mAh ബാറ്ററിയാണ്. അതായത് ഏറ്റവും വലിയ ബാറ്ററി ആയിട്ട് വേണമെങ്കിൽ പറയാം സാംസങ്ങിൻ്റെ ഫോൺസ് എടുക്കാൻ നേരത്ത് ഭയങ്കര വലിയൊരു ബാറ്ററി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ക്രീൻ ഓൺ ടൈം ഭയങ്കരമായിട്ട് വരണം. അത് നമുക്കിവിടെ നല്ല സ്ക്രീൻ ഓൺ ടൈം വരുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി വെച്ച് പറയുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും കുറച്ചുകൂടെ കിട്ടാമായിരുന്നു എന്ന്. കാരണം ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഹെവി യൂസേജ് ആണെങ്കിൽ ഒരു 8 തൊട്ട് 9 മണിക്കൂർ വരെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു യൂസിനകത്ത് നമുക്ക് ഒരു 1.5 ദിവസം വരെ ബാറ്ററി ബാക്കപ്പ് വരും. പിന്നെ നമ്മളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നമുക്ക് 2.5 ദിവസമൊക്കെ ബാറ്ററി നിൽക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് സാംസങ് റിവേഴ്സ് ചാർജിങ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫോൺ വെച്ച് നമുക്ക് വേറൊരു ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിവൈസോ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിനകത്ത് തന്നെ ചാർജിങ്ങിൻ്റെ കാര്യം പറയാൻ നേരം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജർ വെച്ച് നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാനും പറ്റും. ഇപ്പോഴത്തെ ബാറ്ററി അതുപോലെ തന്നെ ചാർജിങ് കാര്യങ്ങൾ നോക്കാൻ നേരത്തൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആണ് ഈ ഫോണിനകത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബാറ്ററിയും ഇങ്ങനത്തെയൊക്കെ ചാർജിങ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗകരമായി വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വലിയൊരു ഫീച്ചറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം ഏറ്റവും നല്ലോണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാമറ സിസ്റ്റമാണ്. അത് നമ്മൾ ബാക്കിൽ നോക്കാൻ നേരം നമുക്ക് 4 ക്യാമറയാണ് വന്നേക്കുന്നത്. അപ്പോൾ 4 ക്യാമറ എന്ന് പറയുമ്പോൾ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. പിന്നെ അടുത്ത ക്യാമറ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2. പിന്നെ നമുക്ക് ബാക്കിയുള്ള 2 ക്യാമറ രണ്ടും 5 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ രണ്ടിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതിനകത്ത് ഒന്നെങ്കിൽ മാക്രോ ക്യാമറയും മറ്റേത് ഡെപ്ത് സെൻസിങ് ക്യാമറയാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കാൻ നേരത്ത് നമ്മൾ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നല്ലോണം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ എടുക്കുന്ന ഫോട്ടോസ് നോക്കാൻ നേരത്ത് പ്രത്യേകിച്ച് മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ്. അത് നല്ല ലൈറ്റിങ്ങിൽ എടുത്താലും ലൈറ്റ് കുറഞ്ഞൊരു സിറ്റുവേഷനിൽ എടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതിൽ തന്നെ ഈ ലൈറ്റ് ഉള്ള സിറ്റുവേഷനിൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഡൈനാമിക് റേഞ്ച് നോക്കിയാലോ ഷാർപ്നെസ് നോക്കിയാലോ എല്ലാം എടുത്ത് തന്നെ നിൽപ്പുണ്ട്. നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഫോട്ടോസാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ മാക്രോ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാമറ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ നോക്കാൻ നേരത്ത് മാക്രോ ഷോട്ട്സ് നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സും നല്ലോണം എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എപ്പോഴും ഉപയോഗകരമായ ഒരു ക്യാമറയാണ്. അത് ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് നോക്കാൻ നേരത്ത് ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല അൾട്രാ വൈഡ് ആംഗിൾ ഷോട്ട്സ് കിട്ടും. എന്നാൽ നമുക്ക് സൈഡ് അതായത് എഡ്ജൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ബാക്ക് ക്യാമറ സിസ്റ്റം വെച്ചെടുക്കുന്ന ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് അതായത് ഒരു 25,000 താഴെയുള്ള ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസ് എടുക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ സാംസങ് ഗാലക്സി M51 എന്ന് പറയുന്നത്. പക്ഷേ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ക്വാളിറ്റിയുള്ള വീഡിയോസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും നല്ല വീഡിയോസ് തന്നെയാണ്. അതായത് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് നോക്കാൻ നേരത്തെ നല്ല വീഡിയോ എടുക്കുന്ന ഫോൺ തന്നെയാണ് ഈ M51 എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ 4K 30 FPS ആണ്. പക്ഷേ 1080pയിലും 30 FPS വരെ പറ്റൂ, 60 FPS പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല സ്റ്റെബിലൈസേഷൻ ഇല്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അല്ല നമ്മൾ നോക്കണേ ഇപ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ടൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വീഡിയോസ് കിട്ടും, നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ. പിന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കാൻ നേരത്തെ ഇതൊരു ഹോൾ പഞ്ച് ക്യാമറയാണ്. ഇതൊരു 32 മെഗാ പിക്സൽ ക്യാമറയാണ്. അത് ഇതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്ന സെൽഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രോസസ്സിംഗ് ഒന്നും ഇല്ല. സാംസങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഞാൻ കണ്ടില്ലായിരുന്നു. അതായത് സ്കിൻ ടോണൊക്കെ കുഴപ്പമില്ല തന്നെ വരുന്നുണ്ട് ഏത് ലൈറ്റിങ്ങിൽ എടുത്താലും. അപ്പോൾ ഇവിടുത്തെ വീഡിയോയുടെ കാര്യം നോക്കാൻ നേരത്തെ തന്നെ വീഡിയോയും അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീഡിയോസാണ് ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്നത്. പക്ഷേ നമ്മളിവിടുത്തെ ഈ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോയുടെ കാര്യത്തിനകത്ത് നമുക്ക് 30 FPS വരെ മാക്സിമം എടുക്കാൻ പറ്റും. നമുക്ക് 60 FPS എടുക്കാൻ പറ്റത്തില്ല 1080p ആണെങ്കിൽ പോലും. എന്നാൽ നമ്മളിവിടുത്തെ ക്യാമറ സിസ്റ്റത്തിൻ്റെ കാര്യം മൊത്തത്തിൽ പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ക്യാമറ സിസ്റ്റം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫോട്ടോസും അത്യാവശ്യം നല്ല വീഡിയോസ് എടുക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ് ഈ ഗാലക്സി M51 തോന്നിയേക്കുന്നത്. അത് നമ്മളിവിടെ ഈ M51 ഇതുവരെ നോക്കിയ കാര്യങ്ങൾ അതായത് നമ്മൾ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഏറ്റവും ഒരു പെർഫെക്റ്റ് ഫോണായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റിക്ക് തന്നെ ഒരു കുഴപ്പം പറയില്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ബഡ്ജറ്റ് നോക്കാൻ നേരത്ത് ബാക്കിയുള്ള കോമ്പറ്റീഷൻ ഫോൺസിനെ കാട്ടി നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്കിവിടുത്തെ കനം കൂടിയ കാര്യവും വെയിറ്റ് കൂടിയ കാര്യം ഒരു പ്രശ്നമായിട്ട് ചിലർക്ക് തോന്നാം. അത് ഒഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബിൽഡ് ക്വാളിറ്റിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ലായിരുന്നു, പ്ലാസ്റ്റിക് ഫോണായിട്ട് പോലും. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇത്രയും വലുതായതുകൊണ്ട് നല്ല ബാറ്ററി ബാക്കപ്പും പിന്നെ ചാർജിങ് ഫീച്ചേഴ്സും ഒക്കെ എടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് അതാണ് എടുത്ത് പറയേണ്ടത്. സാംസങ് ഫോൺസിനകത്ത് ഏറ്റവും പ്രശ്നം വരുന്ന ഒരു കാര്യം ഇതാണ്, പ്രത്യേകിച്ചും ബഡ്ജറ്റ് ഫോൺസിനകത്ത്. അപ്പോൾ ആ കാര്യത്തിനകത്ത് സാംസങ് ഈ ഫോണിൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് ഒപ്റ്റിമൈസേഷനും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് നല്ല പെർഫോമൻസ് ആയിട്ടാണ് തോന്നിയത് ഈ M51 അത് കിട്ടിയിരിക്കുന്നത്. പിന്നെ ക്യാമറ കാര്യം ഞാൻ പറഞ്ഞാണ്, ക്യാമറ എന്ന് പറഞ്ഞാൽ മികച്ച ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇതിനൊക്കെ പുറമെ സാംസങ് ഫീച്ചേഴ്സിനകത്തും കുറേ കാര്യങ്ങൾ നല്ലോണം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബ്ലൂടൂത്ത് വേർഷൻ നോക്കുകയാണെങ്കിൽ 5 ആണ് വരുന്നത്. വൈഫൈ വേർഷൻ ഡ്യുവൽ ബാൻഡ് വൈഫൈ ആണ്. പിന്നെ നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ സിമ്മിൻ്റെ കാര്യത്തിനകത്ത് നമുക്കിവിടെ 4G സപ്പോർട്ട് അല്ലെങ്കിൽ LTE സപ്പോർട്ടേ ഉള്ളൂ, 5G സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് പ്രശ്നമായിട്ട് തോന്നാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്തിനത് 5G എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതും ഈ ഫോണിനകത്ത് എനിക്ക് ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റവും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ആണ്. കാരണം സ്പീക്കർ സിസ്റ്റം ഒരു മോശമായ ഒരെണ്ണമാണ്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ലോ ആണ്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാൻ നേരത്തെ തന്നെ എനിക്ക് One UI കോർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിനകത്ത് പെർഫോമൻസിനകത്ത് ഒരു കുറച്ചും കൂടെ അത് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അത് കൊള്ളാം. പക്ഷേ എന്നാലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യം വന്നേനെ. ഇതൊക്കെയാണ് സാംസങ് ഗാലക്സി M51 മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതെല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ 2021 എടുക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഫോൺ ലോഞ്ച് ആയിട്ട് 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സമയമാണെങ്കിൽ പോലും ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് മൊത്തത്തിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഈ ഗാലക്സി M51 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.
എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ കൂടിയാണ്. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.